ഹലോ, ഞാൻ സുനി സജി രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. മക്കളെ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. മക്കളെ കാണുന്നവരും നിങ്ങളെ കാണുന്നവരും ഒക്കെ ഇവർ ദൈവജനം എന്നറിയപ്പെടട്ടെ. ഇതൊരു മഹാഭാഗ്യമല്ലേ? നമ്മുടെ തലമുറയൊക്കെ ദൈവജനം എന്നറിയപ്പെടണം. വഴിതെറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നവരല്ല. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാൻ എന്നുള്ള ഗണത്തിയിട്ട് വരട്ടെ. അപ്പോൾ ഒരു വചനം വായിച്ചത് തുടങ്ങാതെ, അതാണ് ന്യൂ ഇയറിനൊന്നും പറയാനുള്ള മെസ്സേജ് അല്ലേ. മത്തായി 6:33. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പി, അതോടുകൂടി സകല നന്മയും പിമ്പടെ. യേശു ഇപ്പം ഇങ്ങനെ ഡിസംബറിലും ക്രിസ്തുമസിലും ഒക്കെ നമ്മൾ ക്രിസ്തുമസ് യേശു അല്ലേ പ്രധാന വിഷയം. ആ യേശു ബ്രാൻ എല്ലാ വർഷവും ഉണ്ണിയേശു ജനിച്ചാൽ മതിയോ? ക്രിസ്തു യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ, വസിക്കട്ടെ. ആ വചനം പാലിക്കുന്നവരായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മൾ മാറട്ടെ. ആ ദൈവരാജ്യ യേശുബ്രാൻ എന്തിനാ ഭൂമിയിൽ വന്നേ? ഇപ്പം ഈ ജാതിയും അതൊന്നും നോക്കണ്ട. ഈ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനല്ലേ യേശുക്രിസ്തു. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ പ്രാധാന്യം എന്താണ്? യേശുക്രിസ്തു എന്തിനു ഭൂമി വന്നു? യേശുവിൻ്റെ രാജ്യം എന്താണ്? എപ്പോഴും ശിഷ്യന്മാരും ചോദിച്ചുകൊണ്ടിരുന്നത്, നിൻ്റെ രാജ്യം എപ്പോൾ വരും? ആ രാജ്യം വരുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് അവിടെ ഇത്? ഇങ്ങനെയൊക്കെ എപ്പോഴും. ദൈവരാജ്യം എവിടെയാണ്? ദൈവരാജ്യം നമ്മളിലാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവരാജ്യത്തിലാണ് നമ്മൾ. യേശുക്രിസ്തു കർത്താവെന്ന് ഹൃദയം കൊണ്ടങ്ങ് വിശ്വസിച്ച് നാവ് കൊണ്ട് യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന ഏവനും രക്ഷിക്കപ്പെടും. അത് വിശ്വസിക്കണം. എനിക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ട് എനിക്കിപ്പോൾ അറിയാം യേശുക്രിസ്തു ആണ് എന്നെ ഭരിക്കണേന്ന്. ഞാൻ എന്നുള്ളൊരു അഹങ്കാരമുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ബലമേറിയ കരക്കീഴിൽ താണിരിക്കുക ഞാൻ എന്നുള്ള അഹങ്കാരത്തിനെ അടക്കി അതിനെ പുറത്താക്കി അതിനെ മരിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നുണ്ട്. നമ്മളിലൊക്കെ ഒരു ഞാനുണ്ട്. നിങ്ങളിലുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ അഹങ്കാരം എന്ന ഞാൻ, ആ ഞാനാണ് ദേഷ്യം, കോപം, ക്രോധം, അട്ടഹാസം, കുശുമ്പ്, പരദൂഷണം, പൊട്ടത്തരം, കളിവാക്ക്, ഇന്നത്തെ എല്ലാം അതിൽ പെടും. പക്ഷേ അതൊക്കെ അങ്ങ് കളയാം. അതൊക്കെ ഒരു മൂഷിച്ച് ചപ്പും ചവർ. ആർക്കും അങ്ങനെയുള്ളവർ ഇഷ്ടമാണോ? ഇല്ലല്ലോ. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ സ്വഭാവമുള്ള ഒരു മനുഷ്യനെ ഇഷ്ടമല്ല. എൻ്റെ പിന്നെ ഈ ഒച്ചയൊക്കെ ഭയങ്കര ഒച്ചയായത് കാരണം ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോഴേ ആൾക്കാർ ചോദിക്കും, ദേഷ്യപ്പെടുകയാണോ? ദേഷ്യപ്പെടുന്ന എൻ്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്കൊക്കെ ചിരി വരുമെങ്കിലും ശബ്ദം ഇച്ചിരി വലിയ ശബ്ദമാണ്. അത് ഈ നാട്ടിൻപുറത്ത് ജനിക്കണ എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ടൗണിലുള്ളവർക്കൊക്കെ ഇച്ചിരി അടക്കവും ഒതുക്കവും ശബ്ദമൊക്കെ ഇങ്ങനെ. എൻ്റെയൊക്കെ വീട് ഇങ്ങനെ ഭയങ്കര നാട്ടിൻപുറത്തുകാരിയായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ പറമ്പിലൊക്കെ അമ്മച്ചിയെങ്കിലൊക്കെ വിളിച്ചാലേ കുറേ സ്ഥലത്തിൻ്റെ നടുക്ക് നമ്മുടെ വീട്. അമ്മച്ചി വിളിച്ചാൽ ഞാൻ അലറി വിളിച്ചാലേ കേൾക്കുള്ളൂ. അപ്പോൾ ആരെ വിളിച്ചാലും അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ശബ്ദമാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും തന്നെ ശബ്ദമാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ശബ്ദം കുറച്ച് വേണമെന്ന് പറയില്ല. ഇപ്പം ഞാൻ ഓർക്കും ഈ ശബ്ദം ഒരു അനുഗ്രഹമായി. ഞാൻ എവിടെയും പോയി. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എനിക്ക് പറ്റൂല. ഇങ്ങനെ അമ്മച്ചീനെ കൊണ്ട് പോയപ്പോൾ അമ്മച്ചീനെ ഇങ്ങനെ ഉന്തനെയാണില്ല സ്ട്രെച്ചറിൽ. അത് പറഞ്ഞു, എൻ്റെ വീഡിയോ എപ്പോഴും അതിൻ്റെ ഭാര്യ കാണുന്നുണ്ട്. ശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിയില്ല. ഞാൻ മാസ്കാർന്ന് വെച്ചിരുന്നിട്ട് ശബ്ദത്തിൽ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പം നമ്മളിലെല്ലാം ദൈവം തന്നേക്കണേ. ഒന്നും നമുക്ക് മോശമാകാനല്ല. നമ്മളെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നമ്മൾ വെളിപ്പെടുത്തുക. എന്നെപ്പറ്റിയുള്ള പദ്ധതി എൻ്റെ ശബ്ദത്തിൽ വരെ തിരിച്ചറിയും. എന്നെപ്പറ്റിയുള്ള പദ്ധതി യേശുവിൻ്റെ കൃപയാൽ ഞാൻ രുചിച്ചറിഞ്ഞ് ആ ദൈവരാജ്യത്തേട്ട് നിങ്ങളെ കൂടെ ക്ഷണിക്കാനാണ്. ആ ദൈവരാജ്യത്തിൽ എന്ത് സ്വസ്ഥതയുണ്ട്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇന്ന് മുതൽ 5 മണിക്ക് അലാറം വെക്കണം. എഴുന്നേറ്റിട്ട് ചുമ്മാ ഇരുന്ന് കട്ടിലിൻ്റെ അവിടെ ഇരുന്ന് മുട്ടുമേലിരുന്ന് ഇങ്ങനെ യേശുപ്പനുമായിട്ട് വർത്താനം പറയാൻ തുടങ്ങും കേട്ടോ. പിന്നെ നാട്ടുകാരിയാണ്, പിന്നെ കടയുടെ കാര്യങ്ങൾ, അങ്ങനെ മക്കളുടെ കാര്യം, ഇങ്ങനെയൊക്കെ. പക്ഷെ ഒരു ഭയങ്കര രസം. ചുമ്മാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ ദിവ്യ സ്ഥാനത്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയിൽ. നമ്മളോട് ദൈവം സംസാരിക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ വചനത്തിൽ കൂടിയ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ വചനം നമ്മൾ ദൈവം എന്നോട് സംസാരിച്ചാന്നർത്ഥം വിശ്വസിച്ച് അത് നമ്മൾ ആമയും പറഞ്ഞ് ഏറ്റെടുത്ത് അത് തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യും. അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിൽ നമുക്ക് സുഖമായിട്ടിരിക്കാം. വചനം കൊണ്ട് നമുക്ക് ജീവിക്കാം. യേശുവിനെ കൊണ്ട് ലോകത്തിൽ ജയാളിയായിട്ട് ജീവിക്കാം.
അപ്പോൾ എന്താ ഗുണം? ഒരു ഭൂമിയിൽ യേശുക്രിസ്തുവിനെയും കൊണ്ട് ജീവിക്കാം. മരിച്ചാലും നമ്മൾ ക്രിസ്തു യേശുവിൽ, ജീവിച്ചാലും മരിച്ചാലും. അങ്ങനെയാണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെയും അവനയച്ച മകനെയും അറിയുക എന്ന് തന്നെ നിത്യജീവൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രയറിന് പോയപ്പോൾ ടിനു പാസ്റ്ററിൻ്റെ ഒരു പ്രയറിനാണ് പോയത്. അപ്പോൾ ടിനു പാസ്റ്റർ അല്ല കേട്ടോ, ഒരു പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കുക, അബ്രാഹാം മകനെ യാഗം കഴിക്കാൻ കൊണ്ട് ഒത്തിരി കാലം കൂടി ഒരു മകനുണ്ടായിട്ട് നമുക്കൊക്കെ നമ്മുടെ മക്കൾക്കൊരു പനി വന്നാൽ എന്ത് വിഷമം. എൻ്റെ അപ്പുക്കുട്ടന് കോവിഡ് പോസിറ്റീവ് ഓസ്ട്രേലിയയിൽ. നമുക്ക് എന്ത് ടെൻഷനാണ് ദൈവമേ, കൊച്ചിന് കുറഞ്ഞോ, അവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ മൈനറായിട്ടുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, സ്വന്തം മകനെ ബലി കഴിക്കാൻ ദൈവം പറഞ്ഞു. എന്നാലും ഓർത്ത് ദൈവം കൊടുത്തു. ദൈവം പറഞ്ഞപ്പോൾ എന്താ അനുസരണ. അപ്പോൾ പക്ഷേ ദൈവം അവിടെ ഇടപെട്ടു, ഇങ്ങനെ കഴിപ്പിച്ചില്ല. പക്ഷെ ദൈവം സ്വന്തം മോനെ നമുക്ക് വേണ്ടി തന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം നോക്കിക്കേ. അപ്പോൾ സ്വന്തം മക്കളെയൊക്കെ കൊടുക്കുമ്പോൾ അബ്രാഹാമിന് എന്ത് ചങ്കുപൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ സ്വർഗീയ പിതാവ് സ്വന്തം മകനെ പൊക്കാലും നമ്മളെ സ്നേഹിച്ചു. മകൻ്റെ ജീവൻ തന്നാൽ നമ്മളെ വീണ്ടെടുത്തേക്കണേ ഒന്ന് ഓർത്ത് നോക്കട്ടോ. അപ്പോൾ ദൈവം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവും എന്താണ് പഠിക്കണം, ദൈവരാജ്യത്തെ പറ്റി അറിയണം, ആ ദൈവരാജ്യത്തിൽ ജീവിക്കണം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരം ആ ദൈവരാജ്യത്തിനെ പറ്റി റിസർച്ച് നടത്തുക. നമ്മളെ പിള്ളേരോടൊക്കെ അത് പറയുക. അപ്പോൾ അവരങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിക്കട്ടെ. ഈ യേശു ആരാന്നൊക്കെ റിസർച്ച് നടത്താൻ പറയും. പിള്ളേരോട് ഗൂഗിളിൽ നോക്കിയോ, അങ്ങനെ മൊബൈലിലല്ലേ എപ്പോഴും. അപ്പോൾ യേശു എന്താണ് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്നിട്ട് ആ യേശുവിനോടൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് പണ്ടില്ലായിരുന്നു, അന്നോൺ ഇങ്ങനെ ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ എഴുത്തെഴുതി പോകും, അങ്ങനെയൊക്കെ റീഡേഴ്സ് ഡൈജസ്റ്റിൽ നിന്നൊക്കെ അഡ്രസ്സ് കിട്ടില്ലായിരുന്നു കൊണ്ട്. അങ്ങനെ യേശുവായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുത്താൽ നമ്മുടെ മക്കളും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. നമ്മുടെ മക്കൾ രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടില്ലേ? മക്കളെ ക്രിസ്തുയേശു വളർത്തുന്ന അമ്മമാരാണ് ലോകത്തിൽ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാണാൻ ഇനി ഹെയറിനെ പറ്റിയുള്ള വീഡിയോസാണ്. ഹെയർ ലാക്സിങ് ഉണ്ട്, കരാട്ടിനുണ്ട്. ഇപ്പം അധികവും കരാട്ടിനാട്ടോ വന്നത്. ഒത്തിരി പേര് ഇപ്പോൾ കരാട്ടിനിലേക്ക് തിരിയുക. കരാട്ടിൻ്റെ ഇതെന്നാന്ന് വെച്ചാൽ കരാട്ടിൻ മുടി കഴിയുമ്പോൾ വാഷ് ഔട്ട് ഒരു 40, 50, 60 വാഷ്, ആഴ്ചയിൽ 1, 2 വാഷ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കരാട്ടിന് അങ്ങനെ വാഷ് ഔട്ടിൽ മാറും. പക്ഷേ ചുരുണ്ട മുടിക്കാരൊക്കെ ചെയ്യുമ്പോൾ എന്നാ ഗുണം എന്ന് വെച്ചാൽ മേളും താഴെയില്ല ഒരുപോലെ ഇരിക്കും. എൻ്റെയൊക്കെ ഇപ്പോൾ ഇവിടം വരെയൊക്കെ നോർമൽ ഹെയറാണ്. ഇങ്ങോട്ട് പണ്ട് ഹെയർ ലാക്സിങ് ചെയ്താൽ, ഹെയർ ലാക്സിങ് എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്. അപ്പോൾ മുടിയുടെ ബോണ്ടിനെ അത് ഒടിച്ചിങ്ങനെ ഇടും. അപ്പോൾ അത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് പിന്നെ നിവരില്ല. മറ്റേ കരാട്ടിൻ എന്ന് പറഞ്ഞത് ഒറിജിനൽ കരാട്ടിനാണോ എന്ന് അറിയണത് എങ്ങനെയാണ്? അത് പണ്ട് പറയില്ല കോട്ടൺ ആണെന്നാണോ എന്ന് അറിയണത്. കോട്ടൺ കഴുകുമ്പോൾ ചുരുങ്ങും, സിൽക്കും ഒക്കെ ഒറിജിനലെല്ലാം കഴുകുമ്പോൾ ചുരുങ്ങും. ഒറിജിനൽ ക്രേപ്പ് ഒറിജിനൽ കളറും പോവും, ചുരുങ്ങുകയും ചെയ്യും. നമ്മൾ പണ്ട് പറയില്ല കോട്ടൺ തുണി കഴിയുക, ഇത് പൊട്ടത്തുണിയാണ്, കഴുകുമ്പം ചുരുങ്ങി കളർ പോണത് ഒറിജിനലാണ്. അതിൽ പോളിസ്റ്റർ മിക്സിങ് കയറ്റുമ്പോൾ മാത്രം അത് പോകില്ലാത്തേ ഉള്ളൂ. നമുക്ക് പണ്ടത്തെ ധാരണകൾ എന്തെല്ലാം ഇപ്പം മാറി മറിഞ്ഞു അല്ലേ? അതുപോലെ തന്നെയാണ് കരാട്ടും കഴുകുമ്പോൾ പോയി പണ്ടത്തെ മോഡൽ ഒരു 5-8 മാസം കഴിയുമ്പോൾ അതുപോലെ പഴയ പോലെ വരുന്നാലാണ് അത് ഒറിജിനൽ കരാട്ടിൻ. അല്ലെങ്കിൽ കെമിക്കൽ വന്നാലല്ലേ ആ ബോണ്ട് തകരുമ്പോഴാണ് അത് ഹെയർ ലാക്സിങ് കിടക്കണ പോലെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ കരാട്ടിനല്ല. 8-9 മാസമൊക്കെ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ നമ്മൾ ആഫ്റ്റർ കെയർ ഷാമ്പുവും ഇതൊക്കെ നോക്കിയാൽ. പിന്നെ ഹെയർ ലാക്സിങ്ങും വെർജിൻ ഹെയറിലൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. കെമിക്കലാലോ, കെമിക്കലല്ലേ നമ്മൾ സോപ്പ് പേസ്റ്റ് നമ്മൾ മൊത്തത്തിൽ നോക്കി അപ്പടി കെമിക്കലും കൊണ്ട് നമ്മൾ ജീവിക്കണം. വിറ്റാമിൻ ഗുളിയൊക്കെ കെമിക്കലല്ലേ, നമ്മളതൊക്കെ തിന്നണില്ലേ? അപ്പം കെമിക്കൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ മൈന്യൂട്ട്, അതൊന്നും പ്രോബ്ലം ഉണ്ടാക്കണ കെമിക്കലല്ല. അപ്പം അങ്ങനെ കെമിക്കലാണ് ഹെയർ ലാക്സിങ്. അപ്പം നമുക്കിടെ ഹെയറിനനുസരിച്ച് നമ്മുടെ പ്രായം അനുസരിച്ച് കരാട്ടിൻ, പ്രായം കൂടുന്നവർക്കൊക്കെ കരാട്ടിനാണ്. ഹെയർ ലാക്സിങ് ഒക്കെ ചെറുപ്പക്കാർക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, നല്ല കേളി ഹെയർ ഒക്കെ ആണെങ്കിൽ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ അടിയിലൊക്കെ കുറച്ച് കേള് കിട്ടും ലെയർ വെട്ടിയിട്ടാണെങ്കിൽ. അപ്പം നിവർന്ന കുടിക്കൊന്നും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ പറ്റില്ല. പിന്നെ അതത്രയും. പിന്നെ ഫേഷ്യലുകളൊക്കെ നല്ലതാട്ടോ. നമ്മുടെ സെർനൈറ്റിൻ്റെ ഗോൾഡൻ ഫേഷ്യൽ ചെയ്ത് നോക്കിക്കേ. ഈ ബ്രൗൺ സ്പോട്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, ബ്രൈഡ് ഉണ്ടായിരുന്നു, ഇതാരാ ഈ സെർനൈറ്റിൻ്റെ ഗോൾഡൻ ഫേഷ്യൽ ചെയ്തതെന്ന് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിന് മുമ്പ് കഴിഞ്ഞ മാസം ചെയ്ത ആൾ തന്നെ പിറ്റേ മാസം വന്ന് ചെയ്തു. അതിന് ഒത്തിരി ഇങ്ങനെ കരിമങ്ങല്യം പോലെ വെയിലടിച്ചതാണ്, ചെടി നനച്ചതാണ് അടുപ്പിച്ച്.
എന്നിട്ട് അത് ഒത്തിരി കുറഞ്ഞു എന്ന് പറഞ്ഞ പുള്ളിക്കാർ തന്നെ വന്ന് സെർനേറ്റിൻ്റെ ഗോൾഡൻ ഫേഷ്യൽ ചെയ്താണ്. നിങ്ങൾ ഈ ബ്രൗൺ സ്പോട്ടുകൾ ഒക്കെ ഉള്ളവരെ ഒറ്റയടിക്കല്ല, ഒത്തിരി ഡിമാൻഡ്. ഞാൻ വേറെ ഒരു ഫേഷ്യൽ നമ്മൾ 10-30 വർഷമായി ഇതൊക്കെ തുടങ്ങിയിട്ട്, പക്ഷെ ഇത്രയും നാളായിട്ടും ഇങ്ങനെ ഇത്രയും ഗ്രേറ്റ് റിസൾട്ട് കിട്ടുന്നത് സെർനേറ്റിൻ്റെ ഗോൾഡൻ ഫേഷ്യലിനാട്ടോ. നല്ല റേറ്റൊക്കെ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് റിസൾട്ടും ഉണ്ട്. നമ്മളിപ്പോൾ ആഫ്റ്റർ കെയർ ഇങ്ങനെ പറയണില്ലേ, സെയിം നല്ലത് യൂസ് ചെയ്യണമെന്ന്, റിസൾട്ടും അതുപോലെയുണ്ട്. മോയ്സ്ചർ കേക്കിൻ്റെ ഒക്കെ ഷോസ്കോഫിൻ്റെ ഷാമ്പു എന്ത് നല്ലതാണെന്നറിയാം മുടിക്ക്, പിന്നെ സ്പാ ചെയ്യുന്നതൊക്കെ എന്ത് നല്ലതാണെന്നറിയാമോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണമെന്നല്ല, സെർനേറ്റിൻ്റെ ക്ലീനപ്പും ഉണ്ട്. അപ്പോൾ അതിനൊന്നും വലിയ റേറ്റ് ഇല്ല, ഒത്തിരി ചേഞ്ച് ഉണ്ട്. പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ, പേളിൻ്റെ ഉണ്ട്, അല്ല RK സരോമയുടെ ഒത്തിരി സൈസ് ഫേഷ്യലുകളുണ്ട് കേട്ടോ, ഫ്രൂട്ട് ഫേഷ്യൽ മുതൽ ഒത്തിരി ഉണ്ട്. പിന്നെ പെഡിക്യൂറും സ്പായും ഹെന്നയും എല്ലാം ഉണ്ട്. ഹെന്നയിലും കൂടുതൽ ബെറ്റർ സ്പായ ആട്ടോ, മുടിക്ക് നല്ലത്. പിന്നെയാണ് ഹെന്നയിലൊക്കെ ഭയങ്കര റെഡ് കളറിന് ഡൈഡ് ലോ ക്ലാസ് പൊടി വെക്കുമെന്നാണ് പറയണേ. മൈലാഞ്ചിക്ക് ഉണങ്ങി പൊടിച്ച കളർ കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ മേക്കപ്പ് നമ്മൾ മാക്കിൻ്റെ മേക്കപ്പാണ് ഇപ്പോഴും യൂസ് ചെയ്യണേ. ഒരു കുഴപ്പവും ഇല്ലാറുണ്ട്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും അത് പോകുമെന്ന്, ഒരിക്കലും പോവില്ല. നമ്മൾ രാവിലെ ചെയ്താൽ വൈകിട്ട് വരെ ഇരുന്നോളും. മായ്ക്കാകുമ്പോൾ ഒട്ടും അലർജി ഫ്രീ ആണ്, സൂപ്പർ ബ്രാൻഡഡ് കമ്പനിയാണ്. പിന്നെ എയർ ബ്രഷ് മേക്കപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനു വേണേലും രേവതി ബ്യൂട്ടി പാർലറിട്ട് വേഗം പോരൂ. കൊച്ചിൻ്റെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് എൻ്റെ ആളാട്ടോ. 20 വർഷമൊക്കെ മുമ്പല്ലേ മേരി, 20 വർഷമൊക്കെ മുമ്പ് ഹോം സയൻസ് പഠിക്കാൻ വന്നതാ. പിന്നെ ഒരു പഠനം തന്നെയാണോ, കെട്ടിക്കട വരെ ഓരോന്ന് പഠനവും. പിന്നെ മേരിയോടായി എല്ലാവരും സംശയം ചോദിച്ചിട്ട് ആൾ പിടിക്കുക കാരണം. അപ്പോൾ പിന്നെ മാഷ് ഞാൻ പറഞ്ഞു മേരിയായി, പഠിക്കാൻ വന്ന ആൾ മാഷായി. അപ്പോൾ ഇപ്പം മുടി ഇപ്പം 4ാമത്തെ തവണയല്ലേ, ഈ 3ാമത്തെ തവണയാണ് ഹെയർ മേക്ക് ഓവറിന് വന്നത്. ഈ തവണ നമ്മൾ കരാട്ടിൻ ചെയ്യും. എപ്പോഴും ഹെയർ റിലാക്സിങ് ചെയ്താൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കരാട്ടിൻ ചെയ്യണം നല്ലതല്ല. അപ്പം മുടി ഒന്ന് കാണാം. കുറേ വെട്ടിക്കളഞ്ഞട്ടോ. മേരിയുടെ മുടിക്ക് ഇപ്പോൾ ഉള്ളൊക്കെയായി. മറ്റേ മേരിയുടെ മുടിയുടെ പ്രത്യേകത പണ്ട് മുതലേ ഇങ്ങനെ സോഫ്റ്റ്, ഇങ്ങനെ നമ്മളിങ്ങനെ കോലം മുടി എന്ന് പറയുന്നത്, ഇങ്ങനെ അല്ല അപ്പൂപ്പനടിയിൽ പതുപതുന്നുള്ള മുടി, അതിങ്ങനെ ഇപ്പിട്ടാൻ വരെ ഉണ്ടാകുമോ. വെട്ടിയാൽ പിറ്റേ 2 ദിവസം കഴിയുമ്പോഴത്തേനും മേരിക്ക് നീളും. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ മേരിക്ക് ഇപ്പോൾ വലിയ നീളത്തിനോടൊന്നും പറയില്ല. അപ്പോൾ വെട്ടാൻ പറഞ്ഞു, വെട്ടിയിട്ട് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. അപ്പോൾ വെട്ടിയിട്ട് ചെയ്തതാണ്. ഇത് കരാട്ടിൻ ബയോടാൻസ് നാനോപ്ലാസ്റ്റിയ ആണ് ചെയ്തേക്കണേ. അപ്പോൾ അതെ ഇതിങ്ങനെ ഇനി ഒന്നൊന്നി തൊടാണ്ട് ഇങ്ങനെ കിടന്നോളും. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെ സോഫ്റ്റാണ് ഈ ഹെയർ. കഴിഞ്ഞ ഓണം ഇച്ചിരി ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു അല്ലേ, അപ്പോഴേ ഞാൻ കരാട്ടിൻ ചെയ്യാൻ പറഞ്ഞു. കഴിഞ്ഞ ഓണം 2ാമത് ചെയ്യാൻ വന്നപ്പോൾ ഇച്ചിരി ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ തവണ കരാട്ടിൻ ചെയ്യാമെന്ന് പറഞ്ഞു. മേരി പിന്നെ എല്ലാം പറയണത് അതുപോലെ ചെയ്യും കേട്ടോ. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യും, വിറ്റാമിൻ ഗുളികകൾ ചെയ്യും, കഴിക്കും. എനിക്ക് പിന്നെ ഒട്ടലും ഉണ്ടായിട്ടില്ല, അതാണ് ഏറ്റവും വലിയ. പൊങ്ങിയൊക്കെ വന്നു കെയർ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊന്നും വിഷമിക്കണം. മുടി ട്രീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് സമാധാനമായി. എന്ത് ഫങ്ഷനും മേക്ക് ഓവറായി. ABC ജ്യൂസ് കഴിച്ചോന്ന് ചോദിച്ചിട്ട് പറഞ്ഞു മടിയാണ് 2 ദിവസത്തേക്ക്. ഞാനും അതെ കേട്ടോ, പക്ഷെ മടി പിടിക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ സീഡ്സൊക്കെ അങ്ങനത്തെ ഒക്കെ കഴിക്കേണ്ടതാണ്.
നമ്മൾ ദിവസവും 2-3 ജ്യൂസ് കഴിക്കണം നല്ലതായി വേനൽ വരുമ്പോൾ. ജ്യൂസുകൾ കഴിക്കുക, മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കുക, അതൊക്കെ മേരി കഴിക്കണ്ടേ. അപ്പോൾ മുടി അതിൻ്റെതായ വ്യത്യാസമായി, തലയോട്ട് നിറച്ച് മുടിയായി, ഞാൻ ശരിക്കും തിക്നെസ് വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് മേരിയുടെ തിക്നെസ് എന്ന് പറഞ്ഞാൽ നല്ല പ്രായത്തിൽ പോലും മേരിക്ക് ഇത്രയും തിക്നെസ് എനിക്ക് ഇങ്ങനെ കാണാനില്ലായിരുന്നു. എനിക്ക് ഒത്തിരി നീളത്തിൽ പെട്ടെന്ന് മുടി വളരും, പക്ഷെ തിക്നെസ് ഒട്ടുമില്ലായിരുന്നു. പെട്ടെന്ന് നീളും അല്ലേ, ഭയങ്കരമായിട്ടല്ലേ. വെട്ടിയ 2 ആഴ്ച വേണ്ട, ആ വെട്ടിയ അത്രയും നീളം, അതുപോലെ നീളം മുടിയാണ്, പക്ഷെ തിക്നെസ് കുറവാണ്. അപ്പോൾ അത് ശരിക്കും തിക്നെസ്സായി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് മുടി പോകുന്നുള്ളവർക്ക് വിഡിത്തം പറയണേട്ടോ. ഇത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തല നിറച്ച് മുടി വന്നിട്ടുണ്ട്. അതെന്നു വെച്ചാൽ മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർത്തോ, നമ്മളെ പ്രഗ്നൻസിയിൽ വിറ്റാമിൻ ഗുളിക കഴിക്കുമ്പോൾ എല്ലാവർക്കും മുടി ഉണ്ടാക്കണേ എപ്പോഴാണ് പ്രഗ്നൻസിയിൽ. എന്തുകൊണ്ടാണ് എല്ലാ സൈസ് ഗുളികകളും വിറ്റാമിൻ ഗുളിക കഴിക്കുമല്ലേ. ആ സമയത്ത് നമുക്ക് വിറ്റാമിൻ ഗുളിക കഴിക്കാമെങ്കിൽ ഇതിനെ പേടിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പേടിയുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കണേ. അപ്പോൾ ബയോട്ടിൻ മുടിക്കുള്ളതും സിങ്കോവൈറ്റ് മാറി ഒരു വിറ്റാമിൻ ഗുളിക തന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കേണ്ട, മാറിയൊക്കെ കഴിക്കുക. വേറെ ഗുളികൾ ആവശ്യമുള്ളതൊക്കെ ഒമേഗ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കഴിക്കുക. എവിയോൺ എൽസി അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കുക. എനിക്ക് ഡോക്ടർ കുറിച്ച് എങ്ങനെ കാൽസ്യം അതൊക്കെ. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം 4 മണിക്കൂർ വേണം. ഒരു 10-10:30 ആകുമ്പോഴത്തേനും ഇങ്ങനെ പോലെ ഞായറാഴ്ചയില്ല, ബാക്കി എല്ലാ ദിവസവും നിങ്ങളെ നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ശരിയാണ്. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ. നേരത്തെ നമ്മൾ ഹെയർ ലാക്സിങ് ചെയ്താൽ 1 വർഷമായോ കേട്ടോ. ഞാൻ ചോദിച്ചു 1.5 വർഷം മുമ്പ് ചെയ്താണോ എന്ന്. യേശുവിൻ്റെ കൃപയാൽ നന്നായിട്ട് നീണ്ടു. സാധാരണ ഇങ്ങനെ ചുണ്ടുപിടി പെട്ടെന്ന് നീളുന്നതല്ല. പക്ഷെ ആദ്യമൊക്കെ വിറ്റാമിൻ ഗുളിക കഴിച്ചായിരുന്നു, പിന്നെ ആശാത്തി വിറ്റാമിൻ ഗുളിക കഴിച്ചില്ല. അത് ഇവിടെ വരെ എത്തി ഉണ്ടോ. ഇത് ഈ നല്ല സോഫ്റ്റ് ഇങ്ങനത്തെ പതുപതൂന്നുള്ള മുടിയാട്ടോ. ഇത് ഇവിടെ വരെ എത്തി. ഈ തവണ നമ്മൾ കരാട്ടിനം ചെയ്യണം. അപ്പോൾ ഈ കരാട്ടിൻ ചെയ്യുമെങ്കിൽ ഡിഫറൻസ് ഇങ്ങനെ കിളുത്ത് വരുമ്പോൾ ഡിഫറൻസ് അറിയില്ലോ. ശരിക്കും പറഞ്ഞാൽ ചുരുണ്ട മുടിക്കാർക്ക് കരാട്ടിനാണ് എനിക്കിഷ്ടം. നോ കെമിക്കലാണ്. പിന്നെ ഈ തലേന്ന് കിളുത്തു വരുന്നതും ഇതുകൂടെ കൂടി, അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു വരുമ്പോഴത്തേനും ഡിഫറൻസ് വരുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് കരാട്ടിൻ ചെയ്തിട്ട് അതിൻ്റെ അതിമനോഹരമായ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്കോർ കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ടോ സോഫ്റ്റായിട്ട് നല്ല നിവർന്ന് ഇപ്പോൾ കണ്ടാൽ നമ്മൾ ഹെയർ ലാക്സിങ് ചെയ്ത പോലെ ഇരിക്കണം. ഞാൻ ഫ്രണ്ടിട്ടൊക്കെ എടുത്തിട്ട് ഇത് കണ്ടോ, സൂപ്പറായിട്ടില്ലേ നോക്കിയേ. സോഫ്റ്റായിട്ട് ചുരുളിമയുള്ള മുടിയാന്ന് തോന്നുമോ? ഇല്ല, ഇത് നമ്മൾ ഹെയർ ലാക്സിങ് അല്ലോട്ട് ചെയ്തേക്കണ കരാട്ടിനാട്ടോ. ഈ കരാട്ടിന് ഇപ്പം ഹെയർ ലാക്സിങ് ചെയ്ത പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. 2 മാസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വളവ് വരും. പിന്നെ ഇങ്ങനെ ഒരു 5-8 മാസമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ അതീവ മനോഹരമായിട്ട് കിടക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ സ്ഥിരം കരാട്ടിൻ ചെയ്തുകൊണ്ടിരുന്ന വർഷത്തിലൊരിക്കൽ കരാട്ടിൻ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ആഫ്റ്റർ കെയർ ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്താൽ വർഷത്തിലൊരിക്കൽ ചെയ്ത് നമുക്ക് 8-9 മാസമൊക്കെ ആകുമ്പോൾ റീഅടിച്ചാൽ മതി. അല്ലാത്തത് ഇങ്ങനെ ഹെയർ ലാക്സിങ് എനിക്കാണെങ്കിൽ ചുരുണ്ട മുടിയെങ്കിൽ 6 മാസം കൂടുമ്പോൾ റീഅടിച്ചില്ലേ വൃത്തികേട് വരും. കാരണം ഇവിടെ ചുരുണ്ടിരിക്കും, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. കാരണം ഇത്രയും നീളുമ്പോൾ തന്നെ ഭയങ്കര വൃത്തികേട് വരും. 2-3 മാസം കഴിയുമ്പോഴത്തേനും വൃത്തികേട് വരും. അപ്പോൾ ചുരുണ്ട മുടിക്കാർക്ക് കരാട്ടിനാണ് നല്ലത്. പിന്നെ നോ കെമിക്കലാണ്. സോഫ്റ്റായിട്ട് അത് ഇങ്ങനെ കിടന്നോളും, ഒന്നും നീ തൊടാണ്ട് കിടക്കും. ഡ്രൈനസ് ഒട്ടും കാണുള്ളത്. ഇങ്ങനെ എന്ത് സുഖം, എന്ത് രസം. കുറച്ച് മുടിയുടെ അറ്റമൊക്കെ വെട്ടിക്കളഞ്ഞു. നേരത്തെ വന്നപ്പോൾ ഇങ്ങനെ ഒട്ടും മുടിയിലായിരുന്നു. അപ്പോൾ ശരിക്കും തിക്കായിട്ട് നന്നായിട്ട് യേശുവിൻ്റെ കൃപയാ മുടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് നമുക്കിങ്ങനെ ചെയ്താൽ ട്രീറ്റ് ചെയ്താൽ മുടി എല്ലാവരും പറഞ്ഞത് ഉണ്ടാകുന്ന ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഫോളോ അപ്പ് ചെയ്താൽ മതി. മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കാൻ പേടിയുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിച്ചോ. നമുക്ക് മുടി കൊഴിയോ നീളാണ്ടിരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. പിരിയൻ കിളുക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പം ഇതിന് വേണ്ടി അതീവ മനോഹരമായിട്ട് ഇനി ഇതൊരു ഇങ്ങനെ സുന്ദരിക്കോതയാലോ. നിങ്ങൾക്കൊരു ജയപ്രദേനെ കാണണമല്ലോ. ഉണ്ടോ? ഞാൻ ജയപ്രദയുടെ വലിയ കട്ട ഫാനാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യാനിരുന്നപ്പോൾ ഞാൻ പറയുക ജയപ്രദേനെ പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് ചെന്നിട്ട് ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡ് പറയും
ഇടി സുചേച്ചി നിന്നെ സോപ്പിടാൻ പലതും പറഞ്ഞു, ഞാൻ പറഞ്ഞ പക്ഷെ സത്യമല്ലേ, കേൾക്കുന്നതിൻ്റെ ഒരു ലുക്കില്ലേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം ഇനി പോരെ. അപ്പോൾ ഏറ്റവും അതീവ മനോഹരമായി യേശുവിൻ്റെ കൃപയാൽ ചെയ്തു തരാം. കൊച്ചാ ഇഷ്ടപ്പെട്ടോ? അപ്പം ചേച്ചിക്കും ടീമിനും നന്നായിട്ട് തന്നെ ചെയ്യും, ഞാനും എല്ലാവരോടും പറയും. അപ്പോൾ ശരി. അതാ ഈ നമ്മുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തതിൽ കേള് കിട്ടിയില്ല. കേളിന് മാക്സിമം നോക്കി, അടി ഭയങ്കര ഫ്രസ്സി പൊട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അടി നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്യാണ്ട് അടി കുറച്ച് അയൺ ചെയ്യാവുള്ളൂ, അന്നേരം നമുക്ക് ഫ്രഷ്നെസ് വന്നു. അപ്പോൾ അയൺ ചെയ്തു, അപ്പോൾ ഇങ്ങനെ ശരിയാവില്ല. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആ കേള് നമുക്ക് കിട്ടിയില്ല. മാക്സിമം ശ്രമിച്ചായിരുന്നു, പക്ഷേ മേലത്തേക്കാളും തിക്നെസ്സിൽ അടി വന്നതാണ്ടോ. ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തപ്പോൾ ഇവിടുത്തെ തിക്നെസ്സിനേക്കാളും അടിയിൽ ഉള്ളു തോന്നിക്കണോ. സാധാരണ എല്ലാവരുടെയും അടി കുറ്റിച്ചൂല് പോലെ വരും. ഇത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്ത കാരണമാണ് അത് ഇവിടെ ഒതുങ്ങിയിരുന്നിട്ട് ഇവിടെ കണ്ടോ നല്ല തിക്നെസ്സിൽ കിടക്കണോ അടിയിൽ. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ നാച്ചുറൽ ഒരു ലുക്ക് വരുള്ളൂ. ഇത് ചെയ്ത പോലെ ഒന്നും തോന്നിക്കണില്ല. എല്ലാവർക്കും ഇതിൻ്റെ ആഗ്രഹം അടിയിൽ ഇച്ചിരി ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ വരണം. അപ്പോൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ഈ മോക്ക് ഇങ്ങനെ കിട്ടിയുള്ളൂ. ഭയങ്കര ഫ്രസ്സിന്ന് വെച്ചാൽ മണിക്കൂറുകൾ എടുക്കണ്ടോ അയൺ ചെയ്യാൻ. ആ മുടിയുടെ ഇതാ, പിന്നെ നല്ല കട്ടിയുള്ള മുടിയാണ്. അപ്പോൾ അത് പിരിവിരുന്നൂടെ ആയിപ്പോയി. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതായിരിക്കും ഈ മോക്ക് ചേർന്നത്. ഇത്തിരി കാലം കേടും ഒക്കെ ആയിട്ടിരുന്നാലേ ഈ കേടില്ലാണ്ട് നിൽക്കട്ടെ. അടിയിൽ പക്ഷെ നല്ല ഭംഗിയായില്ലേ നോക്കിയേ, നല്ല കേളിനേക്കാളും മനോഹരമായി. കേള് വരുമ്പോൾ ഉള്ളു തോന്നിക്കില്ല. ഇത് കണ്ടോ അതീവ മനോഹരമായില്ലേ നോക്കി. ആ ഇങ്ങനെ ലെയറൊക്കെ എടുത്തു. ലെയർ എടുത്ത കാരണം ഇവിടുത്തെ ഇതിനേക്കാളും ഇരട്ടി ഉള്ളു തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? കോമഡിക്കാരിയായിട്ട് അത്രയും നേരം ഞങ്ങൾ ചിരിച്ച് മണ്ണ് നോക്കി. ആദ്യം മിണ്ടാട്ടില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ നിഷ്കളങ്കരാണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ കോമഡിയാട്ടോ. കൊച്ചു ലണ്ടനിൽ പഠിക്കുക, മുഖം കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കില്ല. അപ്പം ലണ്ടനിൽ ആപ്പിൾ മാത്രം തിന്നെ ഇവിടുത്തെ പോയപ്പോൾ വേണ്ട മുടിയുണ്ടാക്കുക പറഞ്ഞേ. നമ്മുടെ ചക്കക്കുടിയിലൊക്കെയൊക്കെ നല്ലത്. ലണ്ടനിൽ പോയപ്പോൾ മുടിയെല്ലാം പകുതിയായി പോയെന്നാണ് വെച്ച് പറയണേ. അപ്പോൾ ഇനി അതിന് മൾട്ടി വിറ്റാമിനൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതൊക്കെ അതിമനോഹരമായി കൊച്ചിനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവർ പ്രത്യേകിച്ച് പുറത്തേട്ട് പോകണം, പിള്ളേർ മുടി ചെയ്തിട്ട് പോകണം. കാരണം അല്ലെങ്കിൽ അവിടെ ചെന്ന് ഫ്രസ്സി ഹെയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ഭയങ്കര പാട്. ഇനി ഒന്നും ചെയ്യണ്ട, കൊച്ചിന് തന്നെ കൈകൊണ്ട് ചെയ്യരുത്, ചീക്ക് പോലും വേണ്ട, പക്ഷെ ചെയ്യണം. രക്തോട്ടം ഉണ്ടാകാൻ ഇടയ്ക്കുന്ന ചീകുമൊക്കെ ചെയ്യണം. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ആഫ്റ്റർ കെയർ മേടിക്കാൻ പറ്റുന്നവർ ചെയ്താൽ മതി. അതുപോലെ മൾട്ടി വിറ്റാമിൻ കഴിച്ചാൽ മാത്രം ഉള്ളിലത്തെ ഫ്രഷ്നെസ് കുറഞ്ഞാലും മുടി ഇങ്ങനെ ഭയങ്കര പിരിവിരിപ്പ് മാറുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ലണ്ടനിലൊക്കെ ആയതാണ് D3 ഒക്കെ ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കണം, അനുസരണയോട് വെച്ചാണ് തോന്നുന്നത്. അപ്പോൾ ശരി. എന്താ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ ഒന്നാണ് ഇത്. കാര്യം നല്ല മുടിയാണെങ്കിലും ഭയങ്കര ഡ്രൈ ആട്ടോ. ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ തൂക്കിയിട്ടാട്ടോ. കൊച്ചിന് വേദന എടുക്കുന്നത് 10 എത്ര കിലോ ഉണ്ട് അത്രയും കൈ ഇങ്ങനെ തൂക്കിയിട്ട് അതേ കിടന്നോളും. ഡ്രൈ ആണ് ഇത്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈയെ കൊച്ച് ആഗ്രഹിച്ച് പറഞ്ഞേക്കണേ. അങ്ങനെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. യേശുവിൻ്റെ കൃപയാൽ അങ്ങനെ കിട്ടട്ടെ. അതിമനോഹരമായ കാഴ്ച, പരസ്യത്തിന് വരുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യുക. ഇത് കണ്ടോ മുടിയൊക്കെ മോൻ കാണിക്കുന്നതിന് കുഴപ്പമുണ്ടോ? മോൻ കാണിക്കണതിന് കുഴപ്പമുണ്ട്. ഇതേ കണ്ടോ ഇവിടെയൊക്കെ മേളിൽ കണ്ടോ ഇതേ കുരിശ് പോലെ ഇങ്ങനെ മുടിക്ക് തലയ്ക്ക് ചുറ്റും ഇതേ ഇങ്ങനെ ഉണ്ടോ കുരിശല കിരീടം പോലെയാട്ടോ. അതേ ഫുള്ളുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിമനോഹരമാണ്. നമുക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്ത് നോക്കാം. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. അപ്പോൾ ശരി. നോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാൽ എന്നോട് ചോദിക്കാൻ മുഖം കാണിക്കണോ? ഞാൻ പറയുന്നത് സുന്ദരികൾ എന്തിനാ മുഖം മറച്ചു വയ്ക്കണേ? നമ്മുടെ മുഖം ഗ്ലാമറല്ലേ, പിന്നെ കണ്ടാൽ എന്നാ കുഴപ്പം? ഒരു സുന്ദരിയെ കിട്ടുമ്പോൾ പിടിച്ചു നിർത്തണ്ടേ? ഹെയർ കാണാട്ടോ. ഇത് എത്ര മാസം ഹെയറിന് കരാട്ടം ചെയ്തിട്ട്? 1 വർഷം മുമ്പ് കരാട്ടം ചെയ്തേക്കണ മുടിയാണ്. ഈ മുടി ഇപ്പം നോർമലാണ്. അപ്പോൾ കരാട്ടിൻ്റെ ഒന്നും കാണില്ല. അത് 3-4 മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ വെട്ടിയിട്ടേക്കണ ഇങ്ങനെ നല്ല മുടിയാട്ടോ. മുടിക്ക് കുറ്റം പറയാനൊന്നുമില്ല, പക്ഷെ ഇപ്പം നിറച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടിപ്പോണേ ആശാത്തി ഓർക്കണേ. എല്ലാവരെയും പോലെ വെള്ളത്തിൻ്റെ പ്രോബ്ലമാണ്, കാലാവസ്ഥ, വെള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കൊച്ചിന് ഇതിൻ്റെ അമ്മയ്ക്കൊക്കെ 60-ലാണ് വൈറ്റ് ഹെയർ വന്നത്. ഇതിനൊക്കെ ഇപ്പോഴേ വൈറ്റ് ഹെയർ വന്നു. അങ്ങനെ വൈറ്റ് ഹെയർ വന്നത് മെയിൻ D3 കുറയുമ്പോൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഗുളികയൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ നരച്ചു കുറച്ചാലത്തെ കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോഴും കളർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഉള്ള 3 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തു, അന്നേരം ഒത്തിരി കുറവാന്ന് പറഞ്ഞു. അതല്ല, നമ്മൾ അതിനെപ്പറ്റി അറിയണം. D3 എത്രയുണ്ട്, അത് മിനിമം എന്തോരം വേണം, ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചു. ഞാനിപ്പോൾ കഴിക്കുന്നുമുണ്ട് ഗുളിക.
അല്ലെങ്കിൽ ശരിയാവൂല. അത് കുറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ D3 പോയി ടെസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും അങ്ങനെയായിരുന്നു, കട്ടിലേന്ന് പൊങ്ങൂലായിരുന്നു. പൊങ്ങട്ടെ യേശുപ്പ എൻ്റെ ശരീരം പൊങ്ങട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു രാവിലെ. ഇപ്പം D3 കഴിച്ചപ്പോൾ രാവിലെ എഴുന്നേറ്റ് ശരീരം പൊന്നേന് കുഴപ്പമില്ല കേട്ടോ. ആ ക്ഷീണം കണ്ടമാനാവും. അപ്പോൾ ഇനി ഇത് യേശുവിൻ്റെ കൃപയാ നാനോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ കാണുന്ന അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്തു. നല്ല ഹെയറൊക്കെയാണ്. കരാട്ടും ചെയ്ത് ഇനി ഓസ്ട്രേലിയക്ക് പോകാനുള്ള കൊച്ചാണ്. അതിന് മുമ്പൊന്ന് കരാട്ടിനൊക്കെ ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ അർഗൻ്റെ കിട്ടും. ഇവിടുന്ന് പക്ഷെ ഷോസ്കോപ്പിൻ്റെ ഒരു ഇത് മേടിച്ചിട്ടേ അർഗൻ്റെ, പുറത്തുള്ളവർക്ക് അർഗൻ്റെ ഒക്കെ ഷാമ്പു, സിറം, ഹെയർ മാസ്ക് എല്ലാം കിട്ടും. അത് യൂസ് ചെയ്യുക. അത് ഒത്തിരി നല്ലതാണ്. ഒറിജിനൽ വേണ്ടോ. എപ്പോഴും സാധനം കിട്ടുന്നത് ഒറിജിനലാണോ എന്ന് അങ്ങനത്തെ ഇതിൽ നിന്ന് മേടിക്കണം. എവിടെയായിരുന്നു ചെന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കണ്ട്, മായ്ക്കൊക്കെ ഇറങ്ങിയപ്പോൾ മേക്കപ്പ് പ്രൊഡക്റ്റേ ചുമ്മാ കടയിൽ ചെല്ലുമ്പോൾ അതിന് എത്ര രൂപയാണ്, ഏതാണ്ട് 1000 താഴെ 500 താഴെയൊക്കെ അതിൻ്റെ പ്രൊഡക്റ്റ് തരുക. ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്കറിയാൻ പാടുള്ളൂ. MAC എന്നൊക്കെ എഴുതി അങ്ങനെ ആയാലും. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ട് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ്. ആ പേരിൽ സാധനം കിട്ടിയിട്ട് കാര്യമില്ല, ഒറിജിനലാണോ നോക്കണം. ഒറിജിനൽ അവർ പറയണേ ആ ഇതെല്ലാം കാണുള്ളൂ. അപ്പോൾ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. നമ്മുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് അതിമനോഹരമായ കാഴ്ച യേശുവിന്റെ കൃപയാല് കണ്ടോ, പരസ്യത്തിന വെല്ലണ പോലെ. ഇതപ്പടി വെട്ടിക്കളഞ്ഞ് സംഭാവന കൊടുക്കണം കേട്ടോ. ചാറ്റി മുടി ഫുൾ വെട്ടിക്കളഞ്ഞ താഴെ വരെ മുടി ഉണ്ടായിരുന്നു പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വളരുന്ന മുടി പെട്ടെന്ന് താഴെ എത്തിക്കോളും. ഇത്രയും മുടിയൊക്കെ പോരെ, ഭയങ്കര ഇങ്ങനെ യങ്ങായിട്ട് തോന്നും. ലോങ് കുഞ്ഞിപ്പിള്ളേർക്കാണ് നല്ല. ഞാൻ പിന്നെ എന്താ നീട്ടിക്കൊണ്ട് നടക്കണമെന്നിപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ തോന്നുന്നല്ലേ, എൻ്റെ പുറകിലത്തെ വണ്ണം മറയ്ക്കാനാണ്. ഞാൻ ഷോർട്ടാക്കി ആൾക്കാർക്ക് ഇഷ്ടമല്ല. എൻ്റെ മുടിയുടെ കാര്യം എല്ലാ ആൾക്കാരുടെ കയ്യിലാണ്. മുടി വെട്ടി ആൾക്കാരൊന്ന് തല്ലാൻ വരെ വരും. എന്ത് ചെയ്യാം, മൊത്തം പ്രശ്നമാണ്. എവരപ്പുറം ഇരുന്നെ എൻ്റെ കസിൻ ഇരുന്ന് സ്വപ്നെ കളിയാക്കി ചിരിക്കുക. അതാണ് പ്രശ്നം. ആര് തല്ലാൻ വന്നതൊക്കെ ചോദിക്കുക. ശരിക്കും അങ്ങനെയാട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ലെയർ വെട്ടിയതാ. എൻ്റെ ദൈവമേ, വഴി വെച്ച് തടഞ്ഞു നിർത്തി. എന്തൊക്കെയായിരുന്നു ബഹളം. എനിക്ക് വട്ടാണ് മുടി വെട്ടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വെട്ടിയിട്ടില്ല. എൻ്റെ ദൈവം ഇനിയിപ്പം ഇഷ്ടപ്പെട്ടു. അപ്പാ ഹാപ്പിയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് എന്റെ മുടി വെട്ടിയാൽ ലോകം മൊത്തം എന്നെ കുറ്റം പറയുമല്ലോ. അതെന്നാ ജനിക്കുമ്പോ ഒരു ഭയങ്കര മുടി കണ്ടിട്ട് മുടി വെട്ടുമ്പോ ഇങ്ങനെ ഭയങ്കര പ്രശ്നം. ആൾക്കാർക്ക് മുടിയില്ലാത്തവർക്കൊക്കെ വലിയ വിഷമം, ചീത്ത പറയുമ്പോൾ നമുക്കും ഒരു സങ്കടം, ഭയങ്കര ബഹളവും. അപ്പൊ എനിക്ക് പക്ഷേ ചേർന്നില്ലായിരുന്നു കേട്ടോ ഷോർട്ടാക്കിയിട്ട്. പക്ഷെ എനിക്ക് ഈ മോക്കൊക്കെ വണ്ണം കുറഞ്ഞ നല്ല ഇങ്ങനെ ഒരു ശരീരമല്ലേ. എൻ്റെ പുറകിൽ നോക്കുമ്പോൾ ഭയങ്കര തടി, മുടി ഇങ്ങനെ എൻ്റെ കിടക്കുമ്പോൾ മറിഞ്ഞു കിടക്കും എൻ്റെ വണ്ണം. അത് കാരണം ഞാൻ വണ്ണം കുറഞ്ഞ മുടിയൊക്കെ സുമലത എന്ന് പറഞ്ഞ ഫിലിം സ്റ്റാറല്ലേ, നല്ല ഭംഗിയിൽ ഇങ്ങനെ മുടി വെട്ടി ഇങ്ങനെ അതുപോലെ ആക്കണം ഓർത്തോണ്ടിരിക്കണം. അപ്പം പ്രായം കുറയ്ക്കാനുള്ളൊരു ടെക്നിക്കാണ് ഷോർട്ടായിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി. അത് ഇപ്പോഴല്ല കേട്ടോ, ഏത് പ്രായത്തിൽ. എനിക്ക് എപ്പോഴും 33 ഉള്ളൂ. അതാണ് പ്രശ്നം. പ്രായം കൂടുന്നില്ല, കൂടുമ്പോൾ വെട്ടാനിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നാനോപ്ലാസ്റ്റി മോൾ അതിന് മുമ്പും കരാട്ടിന് ചെയ്ത്. അപ്പോൾ കരാട്ടിൻ ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നിയ കാരണം ഇത് ഫോളോ അപ്പ് ചെയ്യണം. ആദ്യം കരാട്ടൻ ചെയ്ത് ദുബായിലാണ്, ഇനിയിപ്പോൾ ഇവിടെ. ഇനി ഓസ്ട്രേലിയ പോയിട്ട് അവിടെ ചെയ്യണ്ട, തിരിച്ചിവിടെ വരുമ്പോൾ തന്നെ ചെയ്യാം. ഞാൻ പറയുന്നത് കരാട്ടിൻ എന്ന് പറഞ്ഞ് കയറരുത്. കരാട്ടിൻ ഏത് കമ്പനിയുടെയാണ് ഇതിൻ്റെ പേരെടുത്തിട്ട് എന്നിട്ടൊന്ന് അടിച്ചു നോക്കണം. കരാട്ടിന് എല്ലാം ബ്രസീൽ അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും സുഖമില്ല കേട്ടോ. ഇപ്പം ഏറ്റവും എല്ലാവർക്കും, ഇപ്പം നമ്മുടെ അടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാനോപ്ലാസ്റ്റിയാണ്. ഏറ്റവും അപ്ഡേറ്റ് സാധനം. ഇനി ഇതിലും വലുത് ഇറങ്ങൂലെന്നൊന്നുമില്ല. അടുത്ത വർഷത്തിന് മുമ്പ് അടുത്തത് ഇറക്കും അവർ. ഇതിലും ഇച്ചിരൂടെ ബെറ്റർ ഇറക്കും. അപ്പോൾ നമ്മൾ അന്നേരം അത് എടുക്കും. നമ്മൾ അതിൻ്റെ പുറകെ ഓർമ്മലാണ്. നമുക്ക് ഇന്നത് ഓർമ്മ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്ത് കയറി ഇരിക്കരുത്. അത് എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് അവിടെ ചെയ്യാവുള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം വന്ന് മുടിയൊക്കെ എന്തെങ്കിലും സ്റ്റൈലാക്കുന്നേ. ഈ മുടിയൊക്കെ കൂടെയൊക്കെ പൊങ്ങി അതൊന്നും ഒരു സുഖമില്ല. പിന്നെ ഞാൻ പറഞ്ഞു കൊച്ചിനോട് D3 ടെസ്റ്റ് ചെയ്യാൻ. അതെല്ലാം കുറവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക എല്ലാവരും. അതൊക്കെ എനിക്ക് കുറവാണ്. അത് കുറവാണെങ്കിൽ അതിൻ്റെ പരിഹാരം ചെയ്യണ്ടേ. ചുമ്മാ D3 എനിക്ക് കുറവായിട്ട് അതിൻ്റെ ഗമ പോലെ പറഞ്ഞുകൊണ്ട് നടക്കുക. അത് പരിഹരിക്കണം. അപ്പോൾ മറന്നു പോകുന്ന പറഞ്ഞ മറക്കരുത്. അപ്പോൾ അടുത്ത അവിടെ വരുമ്പോൾ ഇതിന് ഭയങ്കര പനങ്കൊലയായിരുന്നു അവിടെ. പനങ്കൊല തന്നെ നമുക്ക് യേശുവിൻ്റെ കൃപയാ കാണാൻ പറ്റട്ടെ. അപ്പം അടുത്ത വീഡിയോ അതെല്ലേ. ഇവിടെ വന്നിട്ട് വെട്ടുള്ളപ്പോൾ വലിയ മുടിയും നമുക്ക് കാണാവേ. അത് ശരി.